വിഷു കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. ആക്ച്വലി ഞങ്ങൾ പുറത്തേക്ക് വന്നത് വേറൊരു കാര്യത്തിനായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ചിക്കിങ് എന്ന ഡിഷ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ചിക്കിങ് കണ്ടതും കുറേ ദിവസമായി ഞങ്ങൾ വെജ് തന്നെ കഴിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ചിക്കിങ് കണ്ണിലുടക്കിയപ്പോൾ ഒരു ക്രേവിങ്സ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല. അവിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ച് വന്ന കാര്യം മറന്നു. നേരെ ചിക്കിങ്ങിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് നമ്മളൊരു 499 കോംബോ, അതായത് ഒരു 4 പീസ് ചിക്കനും പിന്നെ വിങ്സും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ 2 കോക്കും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ചു. അതിലെന്തോ ചെറിയ ഓഫറുണ്ട്. ഒരു കോക്ക് 70 റുപ്പീസിന് മേടിച്ചാൽ 99 റുപ്പീസിന് ടോട്ടൽ, അങ്ങനെ എന്തോ ഒരു കോംബോ കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ഓർഡർ ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ ഫുഡ് വന്നു. ഫുഡ് കാണുന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, ഇത് എങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് മതിയാവോ എന്നുള്ളൊരു ടെൻഷൻ വന്നു. കാരണം കുറച്ച് ദിവസമായി നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട്. അപ്പോൾ ഒരു ചെറിയൊരു അക്രാന്തം എന്നൊക്കെ പറയില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസമൊക്കെ നോൺ വെജ് കഴിക്കാതെ നിന്ന് 4ാമത്തെ ദിവസം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ക്രേവിങ്സിൻ്റെ പുറത്ത് തന്നെ കയറിയതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചു. ശരിക്കും എനിക്ക് ഈ പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ കോക്കിനേക്കാൾ എനിക്കിഷ്ടം KFCയിൽ പെപ്സിയാണ്. അതിലൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് തണുപ്പുള്ള എന്തെങ്കിലും ഉള്ളിലേക്ക് ചെന്നാൽ ഒരു സമാധാനം. കോക്കാണെങ്കിൽ പെപ്സിയാണ്, ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സംതൃപ്തി കഴിച്ചു എന്നുള്ളതാവുള്ളൂ. എൻ്റെ അച്ചു അതിലത്തെ ഐസ് പോലും കാണിക്കുന്നില്ല. അതുവരെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കണ്ടോ. അങ്ങനെ നമ്മൾ കഴിച്ചിറങ്ങി. ഇനി ഞാൻ വന്ന കാര്യം കാണിച്ചു തരാം. ഇത് ഞങ്ങൾ